ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാമിൻ്റെ ടോപ്പിക്കായ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ പാർട്ട് 2 ആണ്. ഇതിൽ PSC, SSC, UPSC തുടങ്ങിയ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എക്സ്പ്ലനേഷനും ആണുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം: ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ വെലോസിറ്റി ഈസ് മാക്സിമം വെൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഡാഷ്. അതായത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കുമ്പോഴാണ് വെലോസിറ്റി മാക്സിമം അല്ലെങ്കിൽ പരമാവധി ആയിരിക്കുന്നത്? ഉത്തരം 0. എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? വെലോസിറ്റി ഏത് പോയിന്റിലാണ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്? മീൻ പൊസിഷനിലാണ് വെലോസിറ്റി ഏറ്റവും കൂടുതലായിരിക്കുന്നത്, മാക്സിമം ആയിരിക്കുന്നത്. ആ മീൻ പൊസിഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ അളവ് എത്രയാണ്? 0. അപ്പോൾ ഇവിടെ ഉത്തരം 0 എന്ന് വരും. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി നമുക്കൊന്ന് നോക്കാം. വെലോസിറ്റി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ V ഈസ് ഈക്വൽ ടു ഒമേഗ റൂട്ട് ഓഫ് A² - X². ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ ഇവിടെ നമുക്കറിയാം മീൻ പൊസിഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അപ്പോൾ എക്സ് എന്തായിപ്പോയി? 0 ആയിപ്പോയി. അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 V ഈസ് ഈക്വൽ ടു ഒമേഗ A എന്ന് നമുക്ക് ഇക്വേഷൻ ചേഞ്ച് ആവും. അപ്പോൾ അതാണ് അവിടുത്തെ മാക്സിമം വെലോസിറ്റി. അപ്പോൾ വേറൊരു കാര്യം കൂടെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. എന്താണ്? സെൻറ്ററിലാണ് ഏറ്റവും കൂടുതൽ സ്പീഡ്. മാക്സിമം സ്പീഡ് ഒക്കേഴ്സ് അറ്റ് സെൻറ്റർ. അപ്പോൾ എക്സ്ട്രീം പോയിൻറ്റ്സിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുക. എന്താണ്? വെലോസിറ്റി അവിടെ 0യും ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ മാക്സിമവും ആയിരിക്കും. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അടുത്ത ചോദ്യം: ദ ആക്സിലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ പെർഫോമിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അണ്ടർ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ എക്സ് ഈസ് ഈക്വൽ ടു A cos ωt+φ ഈസ് ഡാഷ്. അതായത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് ഈസ് ഈക്വൽ ടു A cos ωt+φ. അതിൻ്റെ ആക്സിലറേഷൻ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആക്സിലറേഷൻ A ഈസ് ഈക്വൽ ടു -ω²x അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ടാണ് അങ്ങനെ നെഗറ്റീവ് സൈൻ വന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു A cos ωt+φ എന്ന ഫോർമാറ്റിലാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കിടക്കുന്നത്. ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ്? ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനിൽ ഒരു -ω² കൂടെ മുന്നിൽ ഇട്ട് കൊടുത്ത് നമ്മുടെ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ആയില്ലേ? അപ്പോൾ അത് ഇതിൽ ഏതായിട്ടാണ് മാച്ച് ആവുന്നതെന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഓപ്ഷൻ A -ω² A cos ωt+φ ആണ് ഉത്തരം. അടുത്ത ചോദ്യം: എ സിമ്പിൾ പെൻഡുലം ഹാസ് എ ലെങ്ത് ഓഫ് 1 meter. ഫൈൻഡ് ഇറ്റ്സ് ടൈം പീരിയഡ്. ഗിവൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു 9.8 m/s². അപ്പോൾ നമുക്കിവിടെ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് T ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 1 meter. മാത്രമല്ല ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 m/s² ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ടൈം പീരീഡ് T കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ ടൈം പീരീഡ് T കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് T ഈസ് ഈക്വൽ ടു 2π√L/g എന്നാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ L എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8. അപ്പോൾ എങ്ങനെ വരും ഇക്വേഷൻ? 2π√1/9.8 എന്ന് പറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താണ്? 2 seconds. അടുത്ത ചോദ്യം: ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് T ഈസ് ഈക്വൽ ടു 2π√L/g. If the acceleration due to gravity g becomes 1/4, that is g/4, what will happen to the period? അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് T ഈസ് ഈക്വൽ ടു 2π√L/g എന്നുള്ളത്. ഇവിടെ G എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G എന്ന് പറയുന്നത് 1/4 ആയിട്ട് റെഡ്യൂസ് ചെയ്താൽ ടൈം പീരീഡ് എത്രയാവും എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ഉത്തരം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ ജിയുടെ സ്ഥാനത്ത് നമ്മൾ g/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2t എന്ന് കിട്ടും. അതായത് ടൈം പീരീഡ് T ഡബിൾ ആവും. അപ്പോൾ അതൊന്ന് നോക്കിക്കേ. T ഈസ് ഈക്വൽ ടു 2π√L/g. അപ്പോൾ അവിടെ ജിയുടെ സ്ഥാനത്ത് g/4 കൊടുക്കുമ്പോൾ എന്ത് പറ്റും? 2√4L/g എന്ന് കിട്ടും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു
2t എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അതായത് നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുമ്പോൾ എന്താ പറ്റുന്നത്? പീരീഡ് എന്ന് പറയുന്നത് ഡബിൾ ആവും. പീരീഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ മുഴുവനാക്കാനായിട്ട് എടുക്കുന്ന സമയമാണ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ജി കുറയുമ്പോൾ, ജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുമ്പോൾ പെൻഡുലം എന്താണ്? വളരെ സ്ലോ ആയിട്ടേ ഓസിലേറ്റ് ചെയ്യുള്ളൂ. അത് സ്ലോ ആയിട്ട് ഓസിലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിനെടുക്കുന്ന ടൈം കൂടുന്നതല്ലേ അർത്ഥം. അതുകൊണ്ട് പീരീഡ് ഡബിൾസ്. അടുത്ത ചോദ്യം, ദ ടോട്ടൽ എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡാഷ്. അതായത് ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ആകെ ഊർജം എന്ന് പറയുന്നത് എന്തിനാണ് പ്രൊപ്പോർഷണൽ എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, ആംപ്ലിറ്റ്യൂഡ് എ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ആംപ്ലിറ്റ്യൂഡ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 1/, ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ ആണ്. ഇതെങ്ങനെ കിട്ടുന്നത്? നമുക്ക് ആകെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉത്തരം എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ എനർജി E = ½ m⍵² a². അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ a² ഉണ്ടല്ലേ. അപ്പോൾ E ഈസ് പ്രൊപ്പോർഷണൽ ടു a². അപ്പോൾ ഇഫ് ആംപ്ലിറ്റ്യൂഡ് ഡബിൾസ് എനർജി ബിക്കംസ് 4 times അല്ലേ. അതായത് ആംപ്ലിറ്റ്യൂഡ് 2 times ആയ അല്ലെങ്കിൽ ഡബിൾ ആയ എന്ത് പറ്റും? എനർജി 4 ഇരട്ടിയായി കൂടും. ആണ് ഈ പ്രൊപ്പോർഷണൽ ടു a². എനർജി പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. അടുത്ത ചോദ്യം, ദ ഇക്വേഷൻ x = a cos ωt ഡിസ്ക്രൈബ്സ് എ പാർട്ടിക്കിൾ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. വാട്ട് ഈസ് ഇറ്റ്സ് ആക്സിലറേഷൻ? അപ്പോൾ എന്താ ചോദ്യം എന്ന് പറയുന്നത്? ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിബിറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് a cos ωt ആണ്. അപ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ എന്തായിരിക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാമെങ്കിൽ വേറൊന്നും നോക്കണ്ട, ഡയറക്റ്റ് നമുക്ക് എന്തെഴുതാം? a = -ω²x എന്ന് എഴുതാം. ഇവിടെ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ആക്സിലറേഷൻ = സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ്. എക്സ് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ആക്സിലറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ആക്സിലറേഷൻ a = d²x/dt² എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു d²/dt² a cos ωt. ദാറ്റ് ഈസ് ഈക്വൽ ടു -a⍵² cos ωt. ദാറ്റ് ഈസ് ഈക്വൽ ടു -ω²x. Hence acceleration is directly proportional to -x or -x. അതെന്തുകൊണ്ടാണ്? ഡയറക്ഷൻ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ആക്സിലറേഷൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വന്നത്. അടുത്ത ചോദ്യം, ഫോർ എ ബോഡി എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അറ്റ് വിച്ച് പൊസിഷൻ ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം? അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ അതിൻ്റെ ഏത് പൊസിഷനിലാണ് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജം ഏറ്റവും കൂടുതൽ ഏത് പൊസിഷനിലായിരിക്കും? ഉത്തരം എന്ന് പറയുന്നത് അറ്റ് എക്സ്ട്രീം പൊസിഷനിലാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. പൊട്ടൻഷ്യൽ എനർജി U = ½ kx². അറ്റ് എക്സ്ട്രീം x ± a. ദാറ്റ് ഈസ് മാക്സിമം P = ½ ka². അറ്റ് മീൻ x = 0, പൊട്ടൻഷ്യൽ എനർജി = 0. പറയുന്നത് അറ്റ് എക്സ്ട്രീം പോയിന്റിൽ എക്സ് എന്ന് പറയുന്നത്, അതായത് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ± a ആയിരിക്കും അല്ലേ. റൈറ്റ് എക്സ്ട്രീം ആണെങ്കിൽ +a-യും ലെഫ്റ്റ് എക്സ്ട്രീം ആണെങ്കിൽ -a-യും ആയിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ. അപ്പോൾ മാക്സിമം പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ½ kx² എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ½ ka² അല്ലേ. മാക്സിമം അവിടെയാണ്. അപ്പോൾ മീൻ പൊസിഷനിൽ എക്സ് എന്ന് പറയുന്നത് അഥവാ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനും എന്തായി പോവും? 0 ആയി പോവും. അതായത് പൊട്ടൻഷ്യൽ എനർജി 0 ആയി പോവും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? എക്സ്ട്രീം പൊസിഷനിലാണ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം, അതുപോലെ മീൻ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി 0. അതേസമയം കൈനറ്റിക് എനർജി മീൻ പൊസിഷനിൽ മാക്സിമം, അതുപോലെ എക്സ്ട്രീം പൊസിഷനിൽ കൈനറ്റിക് എനർജി 0. അടുത്ത ചോദ്യം, അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം മീൻ പൊസിഷൻ ആർ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ? അതായത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് എത്ര അകലെയാണ്
കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വലായിട്ട് വരുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എന്താണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ? പൊട്ടൻഷ്യൽ എനർജി U = ½ m⍵² x². കൈനറ്റിക് എനർജി K = ½ m⍵² a² - x². ഇതാണ് കൈനറ്റിക് എനർജിയുടേത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് U = K എന്നാണ്. അതായത് പൊട്ടൻഷ്യൽ എനർജി = കൈനറ്റിക് എനർജി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും നമ്മൾ ഈക്വൽ ടു സൈൻ ഇട്ട് എഴുതാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡിലെയും ആരെ ക്യാൻസൽ ചെയ്ത് കളയാം? കോമൺ ആയിട്ടുള്ള ½ m⍵² ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ആരൊക്കെയാണ് ഉള്ളത്? x² = a² - x² എന്ന് കിട്ടും. അതിൽ നിന്ന് നമ്മൾ എക്സിനെ ഇങ്ങ് കോമൺ ആയിട്ട് എടുത്താൽ 2x² = a² എന്ന് നമുക്ക് കിട്ടും. അതിൽ നിന്ന് x² കണ്ടുപിടിച്ചൂടെ? x² = a²/2. അതിൽ നിന്ന് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? x = a/√2. അതാണ് നമ്മുടെ ആൻസർ. x = a/√2. അതായത് ഈ ഒരു പൊസിഷനിലാണ്, ഈ ഒരു ഡിസ്റ്റൻസിലാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വലായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് ഡബിൾഡ് ഇറ്റ്സ് ടൈം പീരീഡ് ബിക്കംസ് ഡാഷ്. അതായത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഫ്രീക്വൻസി ഇരട്ടിയാക്കിയാൽ ടൈം പീരീഡ് ടിക്ക് എന്ത് സംഭവിക്കുന്നു എന്നതാണ് ചോദ്യം. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താണ്? ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് നടക്കുന്നു എന്നതാണ് അതിൻ്റെ ഫ്രീക്വൻസി. അതേ സ്ഥാനത്ത് ടൈം പീരീഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. അതാണ് എന്ത്? ടൈം പീരീഡ് ടി. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്നെന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെക്കൻഡിൽ ഒരുപാട് ഓസിലേഷൻസ് ഉണ്ടാവുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം അവിടെ കുറയല്ലേ? അതായത് പീരീഡ് അവിടെ കുറയല്ലേ? അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കോമൺ സെൻസ് വെച്ചിട്ട് എന്ത് ആദ്യമേ നമുക്ക് പറയാം? ഫ്രീക്വൻസി കൂടുമ്പോൾ പീരീഡ് കുറയുന്നു എന്ന് നമുക്ക് കോമൺ സെൻസ് വെച്ചിട്ട് പറയാം. അത് എത്രത്തോളം കുറയുന്നു എന്ന് പറയാൻ നമുക്ക് എന്തും കൂടെ അറിഞ്ഞിരിക്കണം? ഇക്വേഷൻ കൂടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫ്രീക്വൻസി F കണ്ടുപിടിക്കാനുള്ളത് എങ്ങനെയാണ്? 1/t അഥവാ 1/ ടൈം പീരീഡ് ആണ്. അതിൽ നിന്ന് ടൈം പീരീഡ് T = 1/f എന്ന് നമുക്കറിയാം. അപ്പോൾ ഇഫ് F ഡബിൾസ് T ഹാഫ്സ്, അതായത് ഫ്രീക്വൻസി ഇരട്ടിയായാൽ ടൈം പീരീഡ് T പകുതിയായി കുറയും. അടുത്ത ചോദ്യം, ഇൻ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ദ ആക്സിലറേഷൻ ഈസ് 0 വെൻ ഡാഷ്. അതായത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ആക്സിലറേഷൻ 0 ആവുന്നത് എപ്പോഴാണെന്നാണ്. ആക്സിലറേഷൻ എപ്പോഴാണ് 0 ആവുന്നത്? വെൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. എക്സ്പ്ലനേഷൻ A = -ω²x. അതായത് ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് -ω² ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ മീൻ പൊസിഷനിൽ നമ്മുടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ അവിടെ ആക്സിലറേഷനും എന്തായിരിക്കും? 0 ആയിരിക്കും. അറ്റ് എക്സ്ട്രീംസ് x ± a. അതായത് എക്സ്ട്രീം പോയിന്റിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. അതായത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ഡിസ്റ്റൻസിനാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റിലോട്ടാണെങ്കിൽ +a, ലെഫ്റ്റിലോട്ടാണെങ്കിൽ -a. അതേ സ്ഥാനത്ത് ആ എക്സ്ട്രീം പൊസിഷനിൽ ആക്സിലറേഷനും എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നെഗറ്റീവ് വന്നത്. അടുത്ത ചോദ്യം, വിച്ച് among the following is correct for a swinging pendulum at bottom in brackets middle of its arc. അതായത് ഒരു സ്വിങ്ങിങ് പെൻഡുലം അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെൻഡുലത്തിൻ്റെ ബോട്ടം റീജിയണിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന കണ്ടീഷനിൽ ഏതാണ് കറക്റ്റായിട്ട് വരിക എന്നാണ് ചോദ്യം. അപ്പോൾ ഈ സ്വിങ്ങിങ് പെൻഡുലം, അതായത് നമ്മുടെ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ, ആ ഓസിലേഷൻ്റെ പാത്ത് നമ്മളൊരു പെൻസിൽ വെച്ചോ അല്ലെങ്കിൽ നമ്മളൊന്ന് വരച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഒരു സർക്കിളിൻ്റെ ഒരു ആർക്ക് പോലെയല്ലേ ആ ഓസിലേഷൻ്റെ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മിഡിൽ ഓഫ് ഇറ്റ്സ് ആർക്ക് എന്ന ക്വസ്റ്റ്യനെ തന്നിട്ടുണ്ട്. അപ്പം ആ ആർക്കിൻ്റെ മിഡിൽ എന്ന് പറയുന്നത് അതിൻ്റെ എന്ത് പൊസിഷൻ ആയിരിക്കും? ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ മീൻ പൊസിഷൻ ആയിരിക്കും. അപ്പോൾ മീൻ പൊസിഷനിൽ ഈ താഴെ കൊടുക്കുന്ന കണ്ടീഷൻസിൽ ഏത് കറക്റ്റായിട്ട് വരുമെന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. മാക്സിമം കൈനറ്റിക് എനർജി ആൻഡ് മിനിമം പൊട്ടൻഷ്യൽ എനർജി. അതായത് ഇക്വിലിബ്രിയം പൊസിഷനിൽ മാക്സിമം കൈനറ്റിക് എനർജിയും മിനിമം പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കുമെന്ന്. ആ ഓപ്ഷൻ തന്നെ കറക്റ്റാണ് അല്ലേ? എന്താണ്?
നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷനിൽ കൈനറ്റിക് എനർജിയാണ് ഏറ്റവും കൂടുതൽ, പൊട്ടൻഷ്യൽ എനർജി അവിടെ 0 ആണ്. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. അറ്റ് ബോട്ടം ഹൈറ്റ് ഈസ് മിനിമൽ, ലോവസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി, സോ സ്പീഡ് ഈസ് മാക്സിമം, കൈനറ്റിക് എനർജി മാക്സിമം. അടുത്ത ചോദ്യം, എ ബോഡി എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഹാസ് മാക്സിമം വെലോസിറ്റി ഓഫ് 30 cm/s ആൻഡ് മാക്സിമം ആക്സിലറേഷൻ ഓഫ് 60 cm/s². വാട്ട് ഈസ് ദ പീരീഡ് ടി? അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ബോഡിയുടെ മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് 30ഉം മാക്സിമം ആക്സിലറേഷൻ എന്ന് പറയുന്നത് 60ഉമാണ്. എങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് ടി എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു റിലേഷൻ ഉണ്ട്. അതായത് മാക്സിമം ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു മാക്സിമം വെലോസിറ്റി എന്നൊരു റിലേഷൻ ഉണ്ട്. അതായത് എ മാക്സ് ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു വി മാക്സ്. ഇത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കണം. ഈ റിലേഷൻ വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ എ മാക്സ് ഇസ് ഈക്വൽ ടു ഒമേഗ വി മാക്സിൽ നിന്ന് നമുക്ക് ഒമേഗ കണ്ടുപിടിച്ചൂടെ? അതായത് ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ നമുക്കിതിൽ നിന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? എ മാക്സ് ഡിവൈഡഡ് ബൈ വി മാക്സ്. അപ്പോൾ ഇവിടെ എ മാക്സ് ആക്സിലറേഷൻ, മാക്സിമം ആക്സിലറേഷൻ എത്രയെന്ന് തന്നിട്ടുണ്ട്? 60 തന്നിട്ടുണ്ട്. അപ്പോൾ 60 വി മാക്സ് എത്രയാണ്? 30. 60/30 ഇസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് ഒമേഗയുടെ വാല്യൂ കിട്ടി 2. അപ്പോൾ ഒമേഗ കിട്ടിയ ടൈം പീരീഡ് ടി കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ് ടൈം പീരീഡ് ടി? സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ടൈം പീരീഡ് ടി കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ എന്താണ്? 2π/ഒമേഗ. അപ്പോൾ 2π/2 എന്ന് കിട്ടും. 2ഉം 2ഉം ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എത്രയാ? π സെക്കൻഡ്സ് ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, എ ബോഡി മൂവ്സ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ആംപ്ലിറ്റ്യൂഡ് എ ആൻഡ് ഫ്രീക്വൻസി എഫ്. ഇഫ് ആംപ്ലിറ്റ്യൂഡ് ഡബിൾസ് ബട്ട് ഫ്രീക്വൻസി റിമൈൻസ് സെയിം, വാട്ട് ഹാപ്പൻസ് ടു മാക്സിമം ആക്സിലറേഷൻ? അതായത് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് ആംപ്ലിറ്റ്യൂഡ് എയും ഫ്രീക്വൻസി എഫും. അപ്പോൾ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡബിൾ ആവുകയും ഫ്രീക്വൻസി അതുപോലെ തന്നെ നിൽക്കുകയും ചെയ്താൽ മാക്സിമം ആക്സിലറേഷന് എന്ത് സംഭവിക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് മാക്സിമം ആക്സിലറേഷൻ? അല്ലെങ്കിൽ എ മാക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എ മാക്സ് ഇസ് ഈക്വൽ ടു ഒമേഗ²A. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ആക്സിലറേഷനും ആംപ്ലിറ്റ്യൂഡും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഡബിൾ ആയാൽ എന്ത് പറ്റും? നമ്മുടെ ആക്സിലറേഷനും ഡബിൾ ആവും. ഇഫ് എ ഡബിൾസ് എ മാക്സ് ഡബിൾസ് ഇഫ് ഫ്രീക്വൻസി റിമൈൻസ് സെയിം. അടുത്ത ചോദ്യം, എ പാർട്ടിക്കിൾ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഹാസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ x ഇസ് ഈക്വൽ ടു 8 sin 5t പ്ലസ് π/6. വാട്ട് ഈസ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്? അതായത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ഒരു ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനാണ് ഈ തന്നേക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം അല്ലേ, ഇവിടെ ഏത് ഫോർമാറ്റിലാണ് ഇക്വേഷൻ തന്നിരിക്കുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ x ഈസ് ഈക്വൽ ടു a sin ωt പ്ലസ് 5 എന്ന ഫോർമാറ്റിലുള്ള ഒരു ഇക്വേഷനാണ് ഇവിടെ തന്നേക്കുന്നത്. അതിൽ എയുടെ സ്ഥാനത്ത് ഇവിടെ ഇക്വേഷനിൽ ആരാ കിടക്കുന്നത്? 8. എ ആണ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാ? 8 ആണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ ഈസ് 8. അടുത്ത ചോദ്യം, എ സിമ്പിൾ പെൻഡുലം ഈസ് മൂവ് ഫ്രം ഇക്വേറ്റർ ടു ദ പോൾ. ഇറ്റ്സ് പീരീഡ് വിൽ. അതായത് ഒരു സിമ്പിൾ പെൻഡുലം ഇക്വേറ്ററിൽ നിന്നും പോളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അതിൻ്റെ പീരീഡിന് എന്ത് മാറ്റം സംഭവിക്കുന്നു എന്നതാണ് ചോദ്യം. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ PSC ഇങ്ങനെ ഡിഫറെൻറ്റ് കണ്ടീഷൻസിൽ ചോദിക്കാറുണ്ട്. ഇവിടെ മെയിൻ കാര്യമെന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഓരോ സിറ്റുവേഷനിലും സംഭവിക്കുന്ന ചേഞ്ചിനെ ബേസ് ചെയ്താണ് ഇത് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം, നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അതായത് പോൾസിൽ ഇക്വേറ്ററിനേക്കാളും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലായിരിക്കും. അതായത് പോളിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലായിരിക്കും, ഇക്വേറ്ററിൽ കുറവായിരിക്കും. അതുപോലെ ഹൈറ്റും ഡെപ്തും കൂടുന്തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. ഹൈറ്റും ഡെപ്തും കൂടുന്തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. ഈ കണ്ടീഷൻസ് ഒന്ന് ഓർത്തു വച്ചിരിക്കണം. അപ്പോൾ ഇതിൽ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എഴുതാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ ഉത്തരം നോക്കാം. നമ്മൾ പറഞ്ഞു അല്ലേ, പോൾസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ ടൈം പീരീഡ് ടി ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2π√L/g. ജി എന്ന് പറയുന്നത് ആരാണ്?
ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എവിടെയാണ് കിടക്കുന്നത്? ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ പോൾസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുമെന്ന് പറഞ്ഞു. അപ്പോൾ ടി എന്ത് ചെയ്യും? കുറയും അല്ലേ? കാരണം എന്താ? ഡിനോമിനേറ്ററിലാണ് ആര് കിടക്കുന്നത്? ജി കിടക്കുന്നത്. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. മോഡലിൽ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ സൈഡിൽ കൊടുത്തേക്കുന്നത്. വൈ ഡസ് പെൻഡുലം ടേക്ക് ലോങ്ങർ ടൈം ഓൺ മൗണ്ടെയിൻസ്? അതായത് മലകളിൽ എന്തുകൊണ്ടാണ് പെൻഡുലം കൂടുതൽ സമയം എടുക്കുന്നത്? കാരണം എന്താണ്? ബിക്കോസ് ഗ്രാവിറ്റി ഈസ് സ്മോളർ. നമ്മൾ പറഞ്ഞല്ലേ ഹൈറ്റ് കൂടുമ്പോൾ എന്താണ്? ഗ്രാവിറ്റി കുറയും. അതുകൊണ്ട് എന്ത് കൂടും? ടൈം പീരീഡ് ടി കൂടും. അതുപോലെ വേറെ ചോദ്യം ചോദിക്കുക, എന്താണ്? ടണലിലോ അല്ലെങ്കിൽ മൈനിലോ ഒക്കെ പോകുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് കൂടുതൽ ടൈം പീരീഡ് വരുന്നതെന്ന്. അപ്പോഴും ഇതാണ് കാര്യം. എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അവിടെ കുറവാണ്, ഡെപ്തിൽ കുറവല്ലേ. ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് 2 വീഡിയോസായിട്ട്. ഫസ്റ്റ് വീഡിയോ കണ്ടില്ലെങ്കിൽ കയറി കാണുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡാംഡ് ആൻഡ് ഫോഴ്സ്ഡ് ഓസിലേഷൻസ് ആണ്. ആ ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, താങ്ക്